നിങ്ങൾ ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞവരാണോ? എങ്കിൽ കേരള PSC ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ പോസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഗസറ്റഡ് പോസ്റ്റ് ആണ്. ആൻഡ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത് 55,200 to 1,15,300 വരെയാണ്. ആൻഡ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആന്റിസിപ്പേറ്റഡ് വാക്കൻസി എന്നാണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് 22 to 36 വരെ ഉള്ളവർക്കാണ്. അപ്പോൾ സ്ക്വയർ ലേണിംഗ് സെന്ററിൽ അതിന്റെ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വീക്കെൻഡ് ബാച്ചാണ്. അത് ജൂൺ 28-നാണ് ഇവിടെ തുടങ്ങുന്നത്. സോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത് സ്ക്വയർ ലേണിംഗ് സെന്റർ, 3rd ഫ്ലോർ വാര്യത്ത് പ്ലാസ, മാല റോഡ്, തൃശ്ശൂർ. ഞങ്ങളുടെ ഫോൺ നമ്പർ 9495311832 ആൻഡ് 9495311834. ഇന്ന് നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാനായിട്ട് പോവാണ്. First question. A DC voltage of 40 volt is applied across series connected resistors 4 ohm and 3 ohm. Find the current through 2 ohm resistance if it is connected across 4 ohm resistor. Option A 6.1 ampere, option B 3.2 ampere, option C 12.2 ampere and option D 1.3 ampere. ഇതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് 3 റെസിസ്റ്റേഴ്സ് ആണ്. അതിൽ 4 ഓമും 2 ഓമും പാരലൽ ആൻഡ് അതിനോട് സീരീസ് ആയിരിക്കും നമ്മുടെ 3 ഓം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ ക്രോസ് നമ്മളൊരു 40 വോൾട്ടിന്റെ ഒരു സോഴ്സ് കണക്ട്. സോ നമുക്ക് 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇൻപുട്ട് കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഈക്വലന്റ് റെസിസ്റ്റൻസ് പറയുമ്പോൾ ഈ 4ഉം 2ഉം പാരലൽ ആൻഡ് ഇതിനോട് സീരീസ് ആയിരിക്കും 3 ഓം. അപ്പോൾ 4 പാരലൽ 2 എന്ന് പറയുമ്പോൾ 4 × 2 / 4 + 2 പ്ലസ് 3 ചെയ്യുമ്പോൾ നമുക്ക് 13/3 കിട്ടും. ഇനി നമുക്ക് ഇൻപുട്ട് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 40 വോൾട്ട് സോഴ്സ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഈക്വലന്റ് റെസിസ്റ്റൻസ് ചെയ്താൽ മതി. 40/13/3 ചെയ്യുമ്പോൾ നമുക്ക് 120/13 നമുക്ക് കിട്ടി. ഇനി I1 കണ്ടുപിടിക്കണം. I1 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ 2 ഓമിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനായിട്ട് 4/4 + 2 ഇൻറ്റു 120/13 ചെയ്യുമ്പോൾ നമുക്ക് 6.1 ആംപിയർ കിട്ടും. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 6.1 ആംപിയർ. അടുത്ത ക്വസ്റ്റ്യൻ. മാക്സിമം പവർ ട്രാൻസ്ഫേർഡ് ഫ്രം സോഴ്സ് ടു ലോഡ് when its Thevenin's equivalent resistance is dash the load resistance. Option A greater than, option B less than, option C equal to and option D half. മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് തന്നെ നമുക്ക് എപ്പോഴാണ് മാക്സിമം പവർ സോഴ്സിൽ നിന്നിട്ട് ലോഡിലേക്ക് ട്രാൻസ്ഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സോഴ്സ് റെസിസ്റ്റൻസും ലോഡ് റെസിസ്റ്റൻസും ഈക്വൽ ആവുമ്പോഴാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി equal. 3 resistors RAB, RBC and RCA are connected in delta whose values are in the ratio 1:2:4. Then the ratio of its equivalent resistance in star RA:RB:RC is option A 3:2:4, option B 2:1:4, option C 3:1:6 and option D 4:1:8. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ ഡെൽറ്റയിൽ 3 റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ആ റെസിസ്റ്റൻസുകൾ തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പോൾ RAയും RBയും RCയും കണ്ടുപിടിക്കാനുള്ള ഫോർമുലാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഫോർമുല. എന്നിട്ട് അത് തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുക്കുകയാണ്. റേഷ്യോ എടുക്കുമ്പോൾ നമുക്ക് ന്യൂമറേറ്റർ മാത്രം കിട്ടും, ഡിനോമിനേറ്റർ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. RA:RB:RC is equal to RAB × RAC by RBC × RAC by RAC × RBC. നമുക്ക് ഡെൽറ്റയിലുള്ള ആ റെസിസ്റ്റൻസിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1:4:2 ആയിരുന്നു. അപ്പൊ അതിൽ നിന്നിട്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 2:8:4 നമുക്ക് കിട്ടും. ആ റേഷ്യോ നിന്നിട്ട് നമ്മൾ എഴുതുന്നതാണ്. സോ ഇത് നമ്മൾക്ക് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ എന്ത് വരും, 1:4:2. അതായത് RA:RB:RC എന്ന് പറയുന്നത് 1:4:2. നമ്മുടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ഈ വാല്യൂസ് വരുന്നത് ഓപ്ഷൻ ബിയിലാണ്, അതായത് 2:1:4. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. Next question. The reactive power of a RLC circuit connected to an AC source is proportional to.
Option A, average energy stored in the electric field. Option B, average energy stored in magnetic field. Option C, sum of energy stored in electric field and magnetic field. And option D, difference between energy stored in the electric field and magnetic field. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഡിഫറൻസ് ബിറ്റ്വീൻ എനർജി സ്റ്റോർഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അടുത്ത ക്വസ്റ്റ്യൻ, the resonant frequency of a RLC series circuit is f0. If the values of parameters are halved, then the resonant frequency is option A f0, option B f0 by 2, option C 4f0, and option D 2f0. നമുക്കറിയാം റെസണന്റ് ഫ്രീക്വൻസി f0 is equal to 1 by 2 pi root LC ആണ് അല്ലെ. ഇനി എല്ലാ പാരാമീറ്റേഴ്സും നമ്മൾ ഹാഫ്ഡ് ആക്കി എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ഇവിടെ ഇൻഡക്ടറും പകുതിയാക്കി, അതുപോലെ കപ്പാസിറ്റൻസും പകുതിയാക്കി. അപ്പൊ എന്ത് വരും? LC/4 വരും. അപ്പൊ √4 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ ആ 2ഉം ഇവിടുത്തെ 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. സോ 1 by pi root LC വരും, which means 2 times f0. സോ നമുക്ക് പുതിയ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? മുമ്പത്തേനേക്കാളും ട്വൈസ് ആയിരിക്കും. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 2f0. Next question. If the amplitude of the voltage applied to a resistance R is equal to 8 ohm, comma, XL is equal to 6 ohm, series circuit is 150 volt. The current through the circuit is dash ampere. Option A 15, option B 10.6, option C 1.5, and option D 1.06. നമുക്ക് ഒരു വോൾട്ടേജ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് നമ്മളൊരു RL സർക്യൂട്ടിലേക്ക് നമ്മൾ കൊടുത്തു. അതിന്റെ ആംപ്ലിറ്റ്യൂഡ് അത് മാക്സിമം വരുന്നത് എത്ര? 150 വോൾട്ട്. അപ്പൊ അതിലൂടെ പോകുന്ന കറണ്ട് കണ്ടുപിടിക്കാനാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ ഇംപെഡൻസ് ആണ്. അപ്പോൾ V/√(R²+XL² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാം. സോ 150/√64+36 ചെയ്യുമ്പോൾ നമുക്ക് 15 ആംപിയർ കിട്ടും. അപ്പൊ ഇതെന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ആണ്. RMS വാല്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് മാക്സിമം വാല്യൂ √2 ചെയ്താൽ മതി. Pi is equal to 15/√2 is equal to 10.6 ആംപിയർ. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മാക്സിമം വാല്യൂ ആണോ അതോ RMS വാല്യൂ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത് രണ്ടും സാധ്യതകളാണ് ആൻസറിന്റെ. പക്ഷെ കൂടുതൽ സാധ്യത RMS വാല്യൂ 10.6 ആംപിയർ ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ബി 10.6 ആംപിയർ. Next question. Two coils A and B of same material are connected in parallel across the supply. Coil A has diameter and length double that of coil B. The heat produced by the coil A is dash that of coil B. Option A more than, option B less than, option C equal, and option D none of these. ഇവിടെ നമുക്ക് രണ്ട് കോയിൽ നമുക്ക് തന്നിട്ടുണ്ട്, കോയിൽ എ ആൻഡ് ബി. അതിൽ കോയിൽ എയുടെ ലെങ്ത്തും ഡയമീറ്ററും ഡബിൾ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോയിൽ ബിയുടെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ റോയൽ ബൈ ആണ്. അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്നത് അറിയാം πr² അല്ലെങ്കിൽ πd²/4 ആണ് അല്ലേ. അപ്പോൾ ചെയ്യുമ്പോൾ 4 × ρl/πd² നമുക്ക് കിട്ടും. സോ നമ്മൾ കോയിൽ എയുടെ നമ്മൾ ലെങ്ത്തും ഡയമീറ്ററും ഡബിൾ ചെയ്തപ്പോൾ എന്ത് വരും? അവിടെ ലെങ്ത് ഡബിൾ ചെയ്തപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ 8ഉം വന്നു, ആൻഡ് ഇവിടെ ഡയമീറ്റർ ഡബിൾ ചെയ്തപ്പോൾ അവിടെ 4πd² നമുക്ക് കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2 ρl/πd² നമുക്ക് വരും. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറവ് എവിടെയാ? നമ്മുടെ റെസിസ്റ്റൻസ് RA ആണ് കുറവ്. മീൻസ് കൂടുതൽ കറണ്ട് RA കൂടെ ഫ്ലോ ചെയ്യും. സോ അവിടെ ജൂൾസ് ഹീറ്റിംഗ്, അതായത് I² RA ആണ് അവിടെ ഹീറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്ത് വരും? കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ RA ആയിരിക്കും കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ മോർ ദാൻ. Next question. The power factor of a RLC circuit connected across 230 volt 50 Hz supply is 0.8. If the capacitor is removed from the circuit, then the power factor becomes 0.625. What will be the power factor if inductor is also removed from the circuit? Option A 0.8,
ഓപ്ഷൻ ബി 0.625, ഓപ്ഷൻ സി 0.45 ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നമുക്കൊരു RLC സർക്യൂട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആ സമയത്ത് നമ്മൾ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.8 ആയിരുന്നു. ഇനി കപ്പാസിറ്റർ റിമൂവ് ചെയ്തപ്പോൾ ആ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 0.625 ആയി. ഇനി നമ്മൾ ഇൻഡക്ടറും കൂടി നമ്മൾ റിമൂവ് ചെയ്തു. അപ്പോൾ അവിടുത്തെ പവർ ഫാക്ടർ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഡക്ടറും കപ്പാസിറ്ററും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് എന്ന് പറയുന്നത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ആണ്. ഒരു പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ പവർ ഫാക്ടർ എപ്പോഴും യൂണിറ്റി ആണ്, അല്ലേ? സോ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ ഏതായിരിക്കും? ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. സോ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. Power factor is unity for resistive load. അടുത്ത question. A 1 microfarad capacitor is charged to 400 volt. Find the value of voltage to which the capacitor is discharged if 0.06 joule energy is removed from the capacitor. Option A 300, option B 200, option C 150 and option D none of these. നമുക്ക് ഈ പ്രോബ്ലത്തിൽ കപ്പാസിറ്റർ 400 വോൾട്ട് വരെ ചാർജ് ചെയ്തപ്പോൾ എത്ര എനർജി സ്റ്റോർ ചെയ്തു നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. സോ ഈസ് ഈക്വൽ ടു ഹാഫ് CV². നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ അവിടെ 400 വോൾട്ട് ആണ് നമ്മൾ ചാർജ് ചെയ്തത്. സോ അത്രയും വോൾട്ടേജിലേക്ക് ചാർജ് ചെയ്തപ്പോൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ള എനർജി എന്ന് പറയുന്നത് 0.08 ജൂൾ ആണ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് 0.06 ജൂൾ എനർജി റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എനർജി എത്രയാണ്? 0.02. അപ്പോൾ ആ 0.02 എനർജി നമുക്ക് വരുമ്പോൾ അവിടെ എത്ര വോൾട്ടേജ് ചാർജ് ചെയ്താലാണ് നമുക്ക് ആ എനർജി കിട്ടാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ 0.02 is equal to ഹാഫ് CV² തന്നെ. സോ ആ സമയത്തുള്ള വോൾട്ടേജ് നമ്മൾ കണ്ടുപിടിക്കണം. സോ അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് V is equal to 200 വോൾട്ട് നമുക്ക് കിട്ടും. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് ഓപ്ഷൻ ബി 200. Next question. The quality factor of a RC series circuit is dash to power factor. Option A directly proportional, option B inversely proportional, option C equal and option D none of these. ഇപ്പോൾ ക്വാളിറ്റി ഫാക്ടറും പവർ ഫാക്ടറും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മളവിടെ ചോദിച്ചിട്ടുള്ളത്. സോ ഒരു RC സർക്യൂട്ടിൽ ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് XC/R അല്ലെങ്കിൽ 1/ωCR. അതുപോലെ തന്നെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് R/Z ആണ് വരുന്നത്. സോ നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ക്വാളിറ്റി ഫാക്ടറും പവർ ഫാക്ടറും തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The magnetic susceptibility of a paramagnetic material is dash. Option A less than 1 but positive, option B less than 1 but negative, option C more than 1 and option D none of these. ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും ബട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ ഓരോ മെറ്റീരിയലിനും കൊടുത്തിട്ടുണ്ട്. ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അവിടെ ഓൾവേസ് എ സ്മോൾ പോസിറ്റീവ് വാല്യൂ. ഇനി അതിന്റെ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ വെരി ഹൈ ആൻഡ് പോസിറ്റീവ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ലെസ് ദാൻ 1 ബട്ട് പോസിറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ. The self-inductance of a coil A is LA and that of coil B is LB. By keeping mutual inductance between the coils same, if the self-inductance of the coil is increased 4 times, what will be the change in coupling coefficient K? Option A reduced by half, option B increased 2 times, option C increased 4 times and option D reduced by 1/4. നമുക്ക് മ്യൂച്വൽ ഇൻഡക്ടൻസ് കോൺസ്റ്റന്റ് ആക്കി നിർത്തി സെൽഫ് ഇൻഡക്ടൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എങ്ങനെ മാറ്റം വരുന്നതാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ഇൻക്രീസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണ് 4 ടൈംസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത് K is equal to M by root L1 L2.
ഇനി സെൽഫ് ഇൻഡക്റ്റൻസ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? നമ്മൾ കോയിൽ ബിയുടെ നമ്മൾ 4 ടൈംസ് ഇൻക്രീസ് ചെയ്തു. സോ നമ്മുടെ ഇക്വേഷനിൽ എന്തായി? ഇവിടെ m by root of 4 L1 L2 വന്നു. മീൻസ് m by 2 root L1 L2. അപ്പൊ എന്ന് പറയുന്നത് k by 2 ആണ്. അപ്പൊ അതിന്റെ അർത്ഥം അവിടെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് പകുതിയായിട്ട് കുറഞ്ഞു. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, റെഡ്യൂസ്ഡ് ബൈ ഹാഫ്. The two inductance coils A and B in series with the axis of one coil perpendicular to the axis of the other. Then the mutual inductance is option A 1, option B 2.5, option C 0 and option D 5. രണ്ട് കോയിൽ പെർപെൻഡിക്കുലർ ആയി വെച്ച് കഴിഞ്ഞാൽ അവിടെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താ സംഭവിക്കാന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 0 ആണ്. ബിക്കോസ് ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും പെർപെൻഡിക്കുലർ ആയിരിക്കുമ്പോൾ രണ്ട് കോയിൽ. സോ കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ, എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്റ്റീവ് കോയിൽ ഈസ് ഡാഷ് ടു സ്ക്വയർ ഓഫ് കറണ്ട്. ഓപ്ഷൻ എ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, ഓപ്ഷൻ ബി ഈക്വൽ, ഓപ്ഷൻ സി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. So energy stored in inductor equation is equal to half Li square, means proportional to current in the square. So option C is the correct answer, directly proportional. Next question, a coil has a time constant of 2 seconds and an inductance of 4 Henry. If the coil is connected to 40 volt source, what will be the rate of rise of current in ampere per second at the instant of switching? Option A 10, option B 20, option C 2.5 and option D 2. അപ്പോൾ നമുക്ക് V is equal to LdI by dt നമുക്കറിയാം. അതിൽ റേറ്റ് ഓഫ് റൈസ് ഓഫ് കറണ്ടിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, അതായത് di by dt. സോ di by dt is equal to V by L. 40 by 4 is equal to 10 ampere per second. So correct answer is option A 10. Our question, the ratio of magnetization to magnetizing force is called. Option A relative permeability, option B magnetic flux density, option C magnetic field intensity and option D magnetic susceptibility. Correct answer is option D magnetic susceptibility. Next question, the potential inside a charged hollow sphere is option A 0, option B less than that on the surface, option C same as that on the surface and option D none of the above. ഒരു ചാർജ്ഡ് ഹോളോ സ്ഫിയറിന്റെ ഉള്ളിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് സർഫസിലുള്ള സെയിം തന്നെ ആയിരിക്കും നമുക്ക് വരാം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, സെയിം ആസ് ദാറ്റ് ഓൺ ദ സർഫസ്. Next question, the area of hysteresis loop is a measure of. Option A energy loss per cycle, option B magnetic flux, option C permeance, option D mmf per cycle. Correct answer is option A energy loss per cycle. Next question, the Faraday's law of electromagnetic induction and Lenz's law are summarized in the equation. Option A E is equal to LRB, option B E is equal to L di by dt, option C E is equal to minus d psi by dt and option D none of the above. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി, E is equal to minus d psi by dt. Next question, the magnetic field required to reduce the residual magnetization to 0 is called. Option A retentivity, option B coercivity, option C hysteresis and option D saturation magnetization. സോ നമ്മൾ നെഗറ്റീവ് മാഗ്നറ്റൈസേഷൻ കൊടുത്ത് അതിൻ്റെ ഉള്ളിലെ മാഗ്നറ്റൈസേഷൻ കളയണമെന്ന് നമ്മൾ പറയുന്നത് കോയേഴ്സീവ് ഫോഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, ആ ഒരു ഫോഴ്സിനെ. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി കോയേഴ്സിവിറ്റി. Next question, distribution transformers are designed for lower dash. Option A iron loss, option B power loss,
option C copper loss, and option D windage losses. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അയൺ ലോസസ്. അടുത്ത ക്വസ്റ്റ്യൻ, the mechanical characteristics of a DC motor is option A current versus torque, option B efficiency versus speed, option C current versus speed, and option D torque versus speed. മെക്കാനിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സിനെയാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ടോർക്ക് വേഴ്സസ് സ്പീഡ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് പോൾസ് to get maximum speed of an alternator? Option A 4, option B 6, option C 2, and option D 8. അപ്പോൾ സ്പീഡും പോൾസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഏറ്റവും കുറവ് നമ്പർ ഓഫ് പോൾസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം സ്പീഡ് കിട്ടും. സോ നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NS is equal to 120 F/P ആണ്. അപ്പോൾ ഓപ്ഷനിൽ ഏറ്റവും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സി 2. The starting torque of a three-phase induction motor is directly proportional to option A V, option B VQ, option C V square, and option D V raised to 1/2. അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു V സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ അതിന്റെ തിയറി ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇക്വേഷനൊക്കെ നമ്മൾ അന്ന് സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഓപ്ഷൻ സി V സ്ക്വയർ. അടുത്ത ക്വസ്റ്റ്യൻ, carbon brushes are preferred over copper brushes in DC machines. Option A due to self-lubricating property, option B lesser weight, option C lesser size, and option D none of these. ഈ ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി കാരണം കൊണ്ടാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഡ്യൂ ടു സെൽഫ് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, what will be the change in EMF induced in DC generator if flux is reduced by 20% and the speed is increased by 20%? Option A 8% reduced, option B 4% increased, option C 8% increased, and option D 4% reduced. ഇപ്പോൾ ഫ്ലക്സ് 20% റെഡ്യൂസ് ചെയ്തു, അതുപോലെ സ്പീഡ് 20% ഇൻക്രീസ് ചെയ്തു. അപ്പോൾ EMF ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള എങ്ങനെ ചേഞ്ച് ആവും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള EMF എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ അറിയാം, 5Zn/60 into P/A ഇതാണ് ഇക്വേഷൻ. മീൻസ് നമുക്ക് തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ അവിടെ EG is proportional to both flux and speed. സോ ഇതിൽ ഫ്ലക്സ് ഇൻക്രീസ് ചെയ്തു 20%, and speed 20%, flux 20% reduce ചെയ്തു and speed 20% increase ചെയ്തു. സോ അവിടെ ഫ്ലക്സ് എന്ന് പറയുന്നത് 0.8 times ആയി and സ്പീഡ് എന്ന് പറയുന്നത് 1.2 times ആയി. നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുക 0.96 into 5n ആണ് കിട്ടുക. ആൻഡ് മീൻസ് EG ഡാഷ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു 0.96 5n. സോ ഇവിടെ നമുക്ക് 100% ആണെങ്കിൽ ഇവിടെ എത്ര പെർസെൻറ്റേജ് കുറഞ്ഞു? 4% കുറഞ്ഞു. സോ ഇൻഡ്യൂസ്ഡ് EMF is reduced by 4%. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 4% reduced. Next question, if the primary current of transformer is twice the secondary current, then it is named dash transformer.
option A step down, option B 1 to 1, option C ideal, and option D step up. Correct answer is option D step up. Next question, the iron silicon alloy core is used in a transformer too. Option A ensure high permeability of the magnetic circuit, option B keep the minimum iron loss, option C A and B, and option D none of these. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി എ ആൻഡ് ബി. Next question, the most economically used transformer connection is dash for small current and high voltage application. Option A star star, option B delta star, option C star delta, and option D delta delta. ഇപ്പോൾ കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ എ സ്റ്റാർ സ്റ്റാർ കണക്ഷൻ. ഇപ്പോൾ ഇവിടെ ഏതൊക്കെ കണക്ഷൻ നമ്മൾ എങ്ങനെയുള്ള ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഡെൽറ്റ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ന്യൂട്രൽ കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു കണക്ഷൻ യൂസ് ചെയ്യാം. സ്റ്റാർ സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ സ്മോൾ കറന്റ് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ ട്രാൻസ്ഫോമർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡെൽറ്റ ഡെൽറ്റ ആണെങ്കിൽ ലാർജ് കറന്റ് ലോ വോൾട്ടേജ് ട്രാൻസ്ഫോമേഴ്സ് ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത question, the octal number 752.222 is equivalent to which of the following? എല്ലാം നമുക്ക് ഓപ്ഷൻസ് ഹെക്സിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓപ്ഷൻ എ 1A9.2A, ഓപ്ഷൻ ബി 1EA.49, ഓപ്ഷൻ സി 1A8.83, ആൻഡ് ഓപ്ഷൻ ഡി 1B0.B0. ഇപ്പോൾ നമുക്ക് ഒക്ടലിലാണ് നമുക്ക് നമ്പർ തന്നിട്ടുള്ളത്, നമ്മൾ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒക്ടൽ നമ്പർ നമ്മൾ ഡെസിമൽ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ആദ്യം ഒക്ടലിൽ നിന്നിട്ട് നമ്മൾ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഡെസിമലിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 8⁻0, 8⁻1, 8⁻2 അങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ 8⁻1, 8⁻2, 8⁻3 അങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ 490.285 എന്ന് പറയുന്നത് ഇത് ഡെസിമൽ നമ്പർ ആണ്. ഇപ്പൊ നമ്മൾ ഇതിനെ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഡെസിമലിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂസ് മാത്രം നിങ്ങൾ ഫാക്ടറൈസ് ചെയ്ത് നോക്കിയാൽ മതി. മറ്റേത് ചെയ്ത് നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം നമ്മുടെ ഓപ്ഷനിലുള്ള എല്ലാം ഡിഫറെന്റ് ആണ്. ഈ 490നെ അല്ലെങ്കിൽ ഈ നമ്പറിനെ നമ്മൾ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ 16 വെച്ചിട്ട് നമ്മൾ ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 490നെ 16 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 30 ആൻഡ് റിമൈൻഡർ 10. ആൻഡ് പിന്നെയും 16 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 1 വരും, റിമൈൻഡർ 14 വരും. നമ്മൾ നോക്കുമ്പോൾ 1, 14, 10 ഇതിനെ നമ്മൾ ഹെക്സ് നമ്പർ ആക്കുമ്പോൾ എന്ത് വരും? 1. 14 എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു ഇ ആൻഡ് 10 എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു എ. സോ നമ്പർ എന്ന് പറയുന്നത് 1EA. ഇനി പോയിന്റ് അപ്പുറത്ത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ 49. ഹെക്സിലെ ഇതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ ബി 1EA.49. Next question, a 4-bit ripple counter and a 4-bit synchronous counter are made using flip-flops having a propagation delay of 10 nanoseconds each. If the worst case delay in the ripple counter and the synchronous counter be R and S respectively, then option A R is equal to 10 nanosecond, S is equal to 40 nanosecond. Option B R is equal to 40 and S is equal to 10. Option C R is equal to 10 and S is equal to 30. And option D R is equal to 30 and S is equal to 10. അപ്പോൾ നമുക്കൊരു റിപ്പിൾ കൗണ്ടർ ഉണ്ട്, അതുപോലെ സിങ്കർണസ് കൗണ്ടർ ഉണ്ട്. അത് ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആൻഡ് ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പും തമ്മിലുള്ള പ്രൊപ്പഗേഷൻ ഡിലേ എന്ന് പറയുന്നത് 10 നാനോസെക്കൻഡ് ആണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റിപ്പിൾ കൗണ്ടർ എടുത്തു കഴിഞ്ഞാൽ 4 ബിറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് 4 ഫ്ലിപ്പ് ഫ്ലോപ്പ് നമുക്ക് വേണം. സോ നമുക്ക് ടോട്ടൽ ടൈം ഡിലേ എന്ന് പറയുന്നത് എത്ര വരും? 4 × TD മീൻസ് 40 നാനോസെക്കൻഡ് വരും. ഇനി സിങ്കർണസ് കൗണ്ടർ ആണെങ്കിൽ നമ്മൾ ഒരുമിച്ച് ക്ലോക്ക് കൊടുക്കും. അപ്പോൾ അവിടെ ഉണ്ടാവാവുന്ന മാക്സിമം അല്ലെങ്കിൽ വേഴ്സ്റ്റ് ഡിലേ എന്ന് പറയുന്നത് 10 നാനോസെക്കൻഡ് ആണ്. അപ്പോൾ അവിടെ
then in ripple counter each flip-flop waits for its previous FF's output. നമുക്ക് എത്ര ടൈം R is equal to 40 nanosecond and S is equal to 10 nanosecond. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, R is equal to 40 nanosecond and S is equal to 10 nanosecond. Next question, which combinational circuit is well known for selecting a single input from multiple input and guiding the binary information to output line? Option A, data selector. Option B, data distributor. Option C, both data selector and data distributor. And option D, demultiplexer. ഇപ്പോൾ നമ്മൾ മൾട്ടിപ്ലക്സർ കൊടുത്തിട്ടുണ്ട്. മൾട്ടിപ്ലക്സറിലാണ് നമ്മൾ എന്താണ് അറ്റ് എ ടൈം നമുക്ക് ഒരു ഔട്ട്പുട്ട് സെലക്ട് ചെയ്യുന്നത്. അതായത് മൾട്ടിപ്പിൾ ഇൻപുട്ട് കൊടുക്കും. അപ്പം അതിൽ നിന്നിട്ട് നമുക്ക് എന്താ ഒരു ഔട്ട്പുട്ട് നമുക്ക് വരുന്നത്. അപ്പം അതിന് നമ്മൾ വേറൊരു പേര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ സെലക്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. സോ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ എ, ഡാറ്റ സെലക്ടർ. ഇവിടെ കൊടുത്തിട്ടുണ്ട് data selector is another name of multiplexer. Next question, how many NOT gates are required for the construction of a 4-to-1 multiplexer from the following? Option A 3, option B 4, option C 2 and option D 5. അപ്പോൾ നമുക്കിവിടെ പടത്തിൽ കൊടുത്തിട്ടുണ്ട് 2 നോട്ട് ഗേറ്റ് ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇതിൽ ട്രൂത്ത് ടേബിളിൽ 2 സെലക്ട് പിൻസ് ഉണ്ട്, അതായത് S0 ഉണ്ട് S1 ഉണ്ട്. അപ്പോൾ അത് നമുക്ക് കോംപ്ലിമെന്റ് എടുക്കണമെങ്കിൽ നമുക്ക് നോട്ട് ഗേറ്റ് വേണം. രണ്ടിൻ്റെയും കോംപ്ലിമെന്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 നോട്ട് ഗേറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നു. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 2. Next question, in the case of adder circuit the carry propagation can be expressed as option A, Cp is equal to A minus B, option B, all but Y0 are low, option C, Cp is equal to A plus B, and option D, all but Y0 are high. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, Cp is equal to A plus B. ഇവിടെ കൊടുത്തിട്ടുണ്ട് this happens in parallel adders where we try to add numbers parallel via more than one. Next question, the design and architecture of an arithmetic and logic circuit is established on which scheme? Option A, sequential, option B, combinational, option C, multiplexing, and option D, demultiplexing. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കോമ്പിനേഷണൽ ലോജിക്. Next question, the clock frequency of an 8085 processor is 10 megahertz and the time required to execute an instruction is 1.2 microseconds. Then the T states needed for executing the instruction is option A 3, option B 8, option C 5 and option D 12. നമുക്ക് ഒരു 8085 മൈക്രോ പ്രോസസർ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ക്ലോക്ക് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 മെഗാഹെർട്സ് ആണ്. ആൻഡ് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് 1.2 മൈക്രോസെക്കൻഡ് ആണ്. സോ എത്ര ടി സ്റ്റേറ്റ്സ് വേണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അതിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ടൈം റിക്വയർഡ് ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ഇൻറ്റു ടി ക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ. ടി ക്ലോക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫ്രീക്വൻസി അറിയാം. അപ്പോൾ അതിൽ നിന്നിട്ട് കിട്ടും. സോ ടി ക്ലോക്ക് ഇസ് ഈക്വൽ ടു 1/10 മെഗാഹെർട്സ് ആണ് അല്ലേ. 10 മെഗാഹെർട്സ് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്ത് വരും? 0.1 മൈക്രോ സെക്കൻഡ് കിട്ടും. സോ നമുക്ക് 1.2 ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടി സ്റ്റേറ്റ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, n ഇൻറ്റു 0.1. സോ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? n ഇസ് ഈക്വൽ ടു 12 കിട്ടും. സോ കറക്റ്റ് ആൻസർ എന്താ? ഓപ്ഷൻ ഡി 12. Next question, when two processors 1 and 2 executing the same instruction set and under identical conditions, then a same input program running on second processor takes 25% less time but incurs 20% more clock cycle per instruction as compared to the program running on first processor. If the clock frequency of first processor is 1 gigahertz, then the frequency of second processor is option A 1.1 gigahertz, option B 1.03 gigahertz, option C 2.3 gigahertz and option D 1.6 gigahertz. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ രണ്ട് പ്രോസസ്സർ P1 ആൻഡ് P2 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈക്കിൾ ടൈം നമ്മൾ T1 ആൻഡ് T2 നമ്മൾ കൊടുത്തു. ഇനി
ഓരോ പ്രോസസ്സറിന്റെയും CPI അതായത് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 100 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതായത് P1ന്റെ 100 കൊടുത്തു. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ടൈം എത്രയായിരിക്കും? P1 is equal to cycles per instruction into 1 cycle time. അതായത് ഒരു സൈക്കിൾ ടൈമിന്റെ ഇത്രയും പോർഷൻ ആയിരിക്കും ആ ടൈം എന്ന് പറയുന്നത്. സോ അത് 100 T1. ഇനി അതുപോലെ രണ്ടാമത്തെ പ്രോസസ്സറിന്റെ CPI അതായത് സൈക്കിൾസ് പെർ ഇൻസ്ട്രക്ഷൻ നമുക്ക് 20% മോർ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. സോ അത് ഇവിടെ 100 ആണെങ്കിൽ അവിടെ എത്ര വരും? 120 വരും. മീൻസ് ടൈം ടു എക്സിക്യൂട്ട് വൺ ഇൻസ്ട്രക്ഷൻ ഓൺ P2. അതായത് രണ്ടാമത്തെ പ്രോസസ്സറിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് എത്രയാ? 120 T2 നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് കിട്ടി. ഇനി ക്വസ്റ്റ്യൻ പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട്, ബട്ട് എത്ര 120 T2 is 25% ലെസ് ദാൻ 100 T1. ഇതിനേക്കാളും 25% കുറവാന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മീൻസ് അത് എത്ര വരും? 75 T1 വരും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത്. അതായത് 120 T2 is equal to 75 T1. നമുക്ക് T1 നമുക്ക് തന്നിട്ടുണ്ട്. അതായത് F1 അറിയാം 1 GHz. സോ T1 എന്ന് പറയുന്നത് 1/F1 ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടി? T1 is equal to 1 നാനോ കിട്ടി. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് T2 കണ്ടുപിടിക്കാം. T2 is equal to 75 T1 by 120. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.625 നാനോ സെക്കൻഡ് നമുക്ക് കിട്ടും. സോ നമുക്ക് ഇത് ടൈം T2 കിട്ടി. നമുക്ക് ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1/F2 എന്ന് പറയുന്നത് 1/T2 is equal to F2 എന്ന് പറയുന്നത് 1.6 GHz നമുക്ക് കിട്ടും. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി 1.6 GHz. Next question. In 8085 assembly language, a sequence of two registers that multiplies the content of DE register pair by 2 and shows that result in HL register pair is option A HC HG and DAT B, option B HT HL and DAT H, option C PC HL and DAT D, and option D HC HG and DAT H. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി HCHG ആൻഡ് DAT H ആണ്. അപ്പോൾ ഇത് രണ്ടും ഇൻസ്ട്രക്ഷൻ വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ദ കണ്ടന്റ് ഓഫ് DE വിത്ത് HL രജിസ്റ്റർ പെയർ, അതാണ് HCHG എന്ന് പറയുന്നത്. DAT H എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ DAD എന്ന് പറഞ്ഞാൽ ഡബിൾ ആഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ആഡ് ദ കണ്ടന്റ് ഓഫ് HL വിത്ത് HL രജിസ്റ്റർ പെയർ ആൻഡ് സ്റ്റോർ ദ റിസൾട്ട് ബാക്ക് ഇൻ HL രജിസ്റ്റർ പെയർ. Next question. Find the resolution of a 10-bit analog to digital converter for an input range of 10 volt. Option A 97.7 millivolt. Option B 9.77 millivolt. Option C 0.977 millivolt. And option D 977 millivolt. So നമുക്ക് resolution കണ്ടുപിടിക്കാനുള്ള equation ഇതാണ്. Resolution is equal to B full scale deflection by 2 raised to n minus 1. അപ്പോൾ നമുക്ക് n നമുക്ക് തന്നിട്ടുണ്ട് 10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ 10 വോൾട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ R is equal to 10 by 2 raised to 10 minus 1 ചെയ്യുമ്പോൾ നമുക്ക് 9.77 മില്ലി വോൾട്ട് നമുക്ക് കിട്ടും. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 9.77 മില്ലി വോൾട്ട്. Next question. With available head of 1 meter to develop 1 HP power output from a hydroelectric power plant, the speed at which the turbine will rotate is called option A specific speed, option B synchronous speed, option C asynchronous speed, and option D actual speed. The correct answer എന്ന് പറയുന്നത് option A specific speed. Next question. A moderator which is used in nuclear power plant to slow down the fast moving neutrons should have option A high molecular weight, option B high fishing property, option C high neutron weight, and option D low molecular weight. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ലോ മോളിക്കുലർ വെയിറ്റ്.
Next question. A conductor is composed of 7 identical copper strands, each having a radius of 2 cm. Then the self GMD of the conductor will be option A 2.77 cm, option B 177 cm, option C 4.35 cm, and option D 4.12 cm. സോ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ലെങ്തി പ്രോബ്ലം ആണ് ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. സോ നമുക്കപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ യൂസ് ചെയ്യാം. അതായത് സെൽഫ് GMD ഓഫ് ദ 7 സ്ട്രാൻഡഡ് കണ്ടക്ടർ ഈസ് 2.177 R. ഇതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത് വലിയൊരു ഇക്വേഷൻ ആണ്. നമുക്കപ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് എളുപ്പത്തിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2.177 into R. ഇത് ഈ ഒരു 7 സ്ട്രാൻഡഡ് കണ്ടക്ടേഴ്സിന് മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 4.35 cm. Next question. A circuit breaker has interrupted current at the instant when its value is 5 kA with inductance 10 millihenry and capacitance 1 microfarad. What will be the resistance value required for resistance switching process? Option A 10.25 ohm, option B 20.22 ohm, option C 40.2 ohm, and option D 50 ohm. ഒരു പ്രോബ്ലം റെസിസ്റ്റൻസ് സ്വിച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ടാണ് നമുക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സർക്യൂട്ട് ബ്രേക്കറിനെ അക്രോസ് നമ്മൾ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ആ റെസിസ്റ്റൻസിന്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ R² is equal to L/4C or R is equal to root of L/4C ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ എല്ലാ വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. 10 മില്ലി ഹെൻറി തന്നിട്ടുണ്ട് ആൻഡ് 1 മൈക്രോഫാരഡ് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് 2500 കിട്ടും. സോ അപ്പോൾ 50 ഓം. Correct answer is option D 50 ohm. Next question. An overcurrent relay of current rating 5 ampere and setting 150% is connected to a 2000 bar 5 ampere current transformer. Then the line current required to pick up the relay is option A 200 ampere, option B 150.5 ampere, option C 300 ampere, and option D 320 ampere. Next question. The most appropriate way of mitigating the problem of interference between power line and a communication line is to option A transpose the power line, option B transpose the communication line, option C use double circuit power line, and option D use bundled conductor power line. Correct answer is option A transpose the power line. Next question. What will be the nature of fault current if a power system is subjected to a fault which makes the zero sequence component of actual current equal to 0? Option A line to ground fault, option B line to line fault, option C LLLG fault, and option D LLG fault. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലൈൻ ടു ലൈൻ ഫോൾട്ട് ഓപ്ഷൻ ബി. Next question. Which of the following stability is increased with the use of high-speed circuit breakers in power system? Option A frequency stability, option B steady state stability, option C transient stability, and option D all of the above. Option C transient stability ആണ് correct answer. Next question. A transmission line has 4 units of string insulators. The voltage across the bottommost
unit is 45% of the total voltage, and then the string efficiency of the arrangement is option A 33.33%, option B 25%, option C 66.67%, and option D 55.55%. ഇപ്പോൾ ഇത് സ്ട്രിംഗ് എഫിഷ്യൻസിയുടെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. 45% ഓഫ് ടോട്ടൽ വോൾട്ടേജ് ആണ് നമുക്ക് ആ ഒരു ഡിസ്കിന് അക്രോസ് വരുന്ന വോൾട്ടേജ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത് എങ്ങനെയാ ചെയ്യണേ നോക്കാം. സ്ട്രിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നമുക്ക് വി ബൈ ഇത് 4 എന്ന് പറയുന്ന നമ്പർ ഓഫ് സ്ട്രിംഗ് ആണ്, ആൻഡ് ഇത് ആ ഏറ്റവും താഴെയുള്ള ആ ഒരു ഡിസ്കിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് 0.45 വോൾട്ടേജ്, 45% ഓഫ് ടോട്ടൽ വോൾട്ടേജ്. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പെർസെൻറ്റേജിലൊക്കെ ഇൻറ്റു 100 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 55.55% നമുക്ക് കിട്ടണേ. സോ കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ഡി 55.55%. Next question, a single phase two conductor line separated at a distance 1.5 meter apart with radius 2 centimeter each produce a self-inductance of option A 1.83 millihenry per kilometer, option B 1.1 millihenry per kilometer, option C 2.81 millihenry per kilometer, and option D 0.828 millihenry per kilometer. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് പ്രോബ്ലം ആണ്. അത് മാത്രമല്ല നമുക്കിവിടെ ലോക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യാനും പറ്റില്ല. അപ്പോൾ L is equal to 4 pi into 10⁻⁻⁷ log d by r dash. അതിൽ r dash നമ്മൾ കണ്ടുപിടിക്കണം. r dash എന്ന് പറയുന്നത് 0.7788 r ചെയ്തതാണ്. ഇത് r എന്ന് പറയുന്നത് റേഡിയസ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ r dash നമുക്ക് കണ്ടുപിടിക്കാം. ആൻഡ് L എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 pi into 10⁻⁷ into log 150 by 0.7788 into 2. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 1.83 millihenry per kilometer ആണ് നമുക്ക് കിട്ടാം. ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ 1.83 millihenry per kilometer. Next question, class A commutation is also called dash. Option A self commutation, option B resonant pulse commutation, option C complementary commutation, and option D line commutation. ക്ലാസ് എ കമ്മ്യൂട്ടേഷൻ നമ്മൾ പറയുന്ന പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കമ്മ്യൂട്ടേഷൻ ആണ് നമ്മൾ പറയുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് ഫ്രീ വീലിംഗ് ഡയോഡ് ആർ ഓപ്ഷൻ എ ഇൻപുട്ട് പവർ ഫാക്ടർ ഈസ് ഇംപ്രൂവ്ഡ്, ഓപ്ഷൻ ബി ലോഡ് കറന്റ് വേവ് ഫോം ഈസ് ഇംപ്രൂവ്ഡ്, ഓപ്ഷൻ സി ബെറ്റർ ലോഡ് പെർഫോമൻസ്, ആൻഡ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. അപ്പോൾ ഫ്രീ വീലിംഗ് ഡയോഡ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും, അതായത് ഓപ്ഷൻ എ ബി ആൻഡ് സി, ഇതെല്ലാം ഇതിന്റെ അഡ്വാൻറ്റേജ് ആണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോവ്. Next question, a step-up chopper has an input voltage of 200 volt. The conduction time of the thyristor is 300 microsecond and output voltage is 600 volt. If the pulse width is half for constant frequency operation, the new output voltage is option A 450 volt, option B 400 volt, option C 300 volt, and option D 500 volt. നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോട്ടൽ ടൈം പീരീഡ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് പൾസിന്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് ഓൺ ടൈം നമുക്ക് തന്നിട്ടുണ്ട് 300 എന്ന്, 300 മൈക്രോസെക്കൻഡ് തന്നിട്ടുണ്ട്. സോ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ടി കണ്ടുപിടിക്കാം. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് 600, ഇൻപുട്ട് വോൾട്ടേജ് 200, ആൻഡ് ഇവിടെ ടി കണ്ടുപിടിക്കണം. ടി എന്ന് പറയുന്നത് 300 മൈക്രോസെക്കൻഡ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ടി is equal to 450 മൈക്രോസെക്കൻഡ് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി ഓൺ ടൈം എന്ന് പറയുന്നത് പകുതിയാക്കി, ഹാഫ്ഡ് ആക്കി അല്ലേ. അപ്പോൾ അവിടെ എന്ത് വരും, VO by 2. ആ സമയത്തുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കണം. VO by 200 is equal to 450 by 450 മൈനസ് 300 പകുതി എന്ന് പറയുമ്പോൾ 150. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 450 by 300 ചെയ്യാം. ആൻഡ് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 300 വോൾട്ട് കിട്ടും.
ഇത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 300 വോൾട്ട്. Next question. Three SCS are connected to form a series string. The voltage across the thyristors are 300 volt, 250 volt and 200 volt respectively. If the current flowing through these thyristors are 5 ampere, 9 ampere and 11 ampere respectively, what will be the value of equalizing resistance to be connected across each SCS? Option A 10 ohm, option B 13 ohm, option C 15 ohm and option D 12 ohm. നമുക്ക് ഓരോ SCR ഇവിടെ പോകുന്ന കറണ്ട് പറഞ്ഞിട്ടുണ്ട് 5 ആംപിയർ, 9 ആംപിയർ ആൻഡ് 11 ആംപിയർ ആൻഡ് 3 റെസിസ്റ്റൻസ് അതിനെ അക്രോസ് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈക്വലൈസിങ് റെസിസ്റ്റൻസ്. അത് കണ്ടുപിടിക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് I ആണെന്ന് വിചാരിക്കുക ആൻഡ് ഓരോ റെസിസ്റ്റൻസ് കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1, I2 ആൻഡ് I3 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ കറണ്ട് നമുക്ക് എന്തായിരിക്കും വരിക? I1 ഈസ് ഈക്വൽ ടു I മൈനസ് 5 ആയിരിക്കും വരിക. അതായത് I മൈനസ് 5 ആയിരിക്കും I1 എന്ന് പറയുന്നത്. അതുപോലെ I മൈനസ് I2 ആയിരിക്കും, അല്ലെങ്കിൽ I മൈനസ് 9 ആയിരിക്കും I2 വരിക. അതുപോലെ I മൈനസ് 11 ആയിരിക്കും I3 വരിക. അതാണ് ഫസ്റ്റ് എഴുതിയ സ്റ്റെപ്പ്. ഇനി നമ്മൾ കൊടുത്തിട്ടുള്ള വോൾട്ടേജ് VS ഈക്വൽ എന്ത് വരാം? ഈ 3 റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പിന്റെ സം ആയിരിക്കും വരാം. അതായത് I1R പ്ലസ് I2R പ്ലസ് I3R. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് I1R പ്ലസ് I2R പ്ലസ് I3 എന്ന് പറയുന്നത് I1, I2, I3 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് കറണ്ട്. I മൈനസ് 5 ഇൻറ്റു R, I മൈനസ് 9 ഇൻറ്റു R പ്ലസ് I മൈനസ് 11 ഇൻറ്റു R. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം I മൈനസ് 5 ഇൻറ്റു R, അതായത് I മൈനസ് 5, അതായത് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ഇസിക്കൽ എത്ര വരാം? നമുക്ക് ഓരോന്നിനെ കുറിച്ചുള്ള SCRന്റെ ഡ്രോപ്പ് തന്നിട്ടുണ്ട്, 300 ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താൻ പോവാം. അതായത് എല്ലാം I മൈനസ് 5ന്റെ ടേംസ് എഴുതാൻ പോവാം. ഇവിടെ I മൈനസ് 5 ഇൻറ്റു R പ്ലസ് ഇവിടെ I മൈനസ് 9 ആണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം I മൈനസ് 5 ഇൻറ്റു R എഴുതിയിട്ട് ഒരു മൈനസ് 4R പിന്നീട് എഴുതാം. ആൻഡ് ഇവിടെ I മൈനസ് 11 R ആണ്. അതിന് പകരം I മൈനസ് 5R എഴുതിയിട്ട് പിന്നെ ബാക്കി നമുക്കൊരു 6R വേണം 11 ആവണമെങ്കിൽ. അപ്പം അത് മൈനസ് 6R നമ്മൾ എഴുതി. നമുക്ക് അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ I മൈനസ് 5 ഇൻറ്റു R എന്ന് പറയുന്നത് 300 ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ 300 കൊടുക്കാം ഇതിന് പകരം, ഇവിടെ ഇതിന് പകരം 300 കൊടുക്കാം. പിന്നെ മൈനസ് 4R, ഇവിടെ ഇതിന് പകരം 300 കൊടുക്കാം, അങ്ങനെ 6R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 10R ഈസ് ഈക്വൽ ടു 150. ഇവിടെ 750 വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ SCRനെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, അത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 750 കിട്ടാം. അപ്പോൾ അതാണ് VS എന്ന് പറയുന്നത്. അപ്പോൾ 10R ഈസ് ഈക്വൽ ടു 150 വരും, R ഈസ് ഈക്വൽ ടു 15 ഓം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C 15 ഓം. ഇതൊരു ടൈം കൺസ്യൂമിങ് ക്വസ്റ്റ്യൻ ആണ്. Next question. Snubber circuits are used with thyristors to option A protect the gate circuit, option B limit the rate of rise of voltage dV by dt, option C limit the rate of rise of current dI by dt, and option D turn on the thyristor at a voltage less than its forward breakover voltage. Snubber circuit നമ്മൾ യൂസ് ചെയ്യുന്നത് dV by dt പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ലിമിറ്റ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് dV by dt. Next question. If the latching current of a thyristor is 4 milliampere, then the minimum width of the gate pulse required to properly turn on the thyristor shown in the circuit below is dash. Option A 1 microsecond, option B 2 microsecond, option C 4 microsecond, and option D 8 microsecond. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തൈറിസ്റ്ററിന്റെ ടേൺ ഓൺ ആക്കാനുള്ള കറണ്ട്, ലാച്ചിങ് കറണ്ട് തന്നിട്ടുണ്ട് 4 മില്ലി ആംപിയർ. ആൻഡ് നമ്മളിവിടെ ഇൻഡക്ടർ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്യുന്നത് ഈ തൈറിസ്റ്റർ വഴിയാണ്. അപ്പോൾ ഇത് സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന ഇൻഡക്ടറിനെ ക്രോസ് ചെയ്യുന്ന വോൾട്ടേജ് എന്തായിരിക്കും വരിക? E is equal to LdI by dt. അപ്പോൾ ഇതിൽ നമുക്ക് dt is equal to L by E into di എന്ന് എഴുതാം. എന്നിട്ട് രണ്ട് സൈഡിലും ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? T is equal to L by E into I. L എന്ന് പറയുന്നത് 0.1 ഹെൻറി തന്നിട്ടുണ്ട്, ആൻഡ് E എന്ന് പറയുന്നത് 100 വോൾട്ട് നമുക്ക് തന്നിട്ടുണ്ട്,
ആൻഡ് ഐ എന്ന് പറയുന്നത് 4 മില്ലി ആംപിയർ ആണ്. ഇവിടെ നമുക്ക് ടൈം എന്ന് പറയുന്നത് എത്ര കിട്ടാം? 4 മൈക്രോ സെക്കൻഡ് കിട്ടും. അതായത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 4 മൈക്രോ സെക്കൻഡ്. Next question. The peak inverse voltage of a single phase full wave bridge rectifier is option A Vm by pi, option B Vm, option C 2 Vm, and option D 2 Vm by pi. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി Vm. Next question. Op-amp has differential gain of 10,000 and CMMR of 100 dB. The common mode voltage gain is option A 10, option B 100, option C 1 and option D 0.1. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യൽ ഗെയിൻ തന്നിട്ടുണ്ട് ആൻഡ് CMMR തന്നിട്ടുണ്ട്. നമുക്ക് കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മൾ CMRR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? AD by AC, അതായത് ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ടു കോമൺ മോഡ് ഗെയിൻ, ആ റേഷ്യോയാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിൻ്റെ dB യിൽ നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? 20 log ADM by ACM. നമുക്ക് ADM തന്നിട്ടുണ്ട്, ACM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ dB യിൽ എത്ര തന്നിട്ടുള്ള 100 is equal to 20 log 10,000 by ACM. അപ്പോൾ log 10,000 by ACM എന്ന് പറയുന്നത് എന്ത് വരും? 100 by 20, അതായത് 5 വരും. ഇനി ഇതിന്റെ നമ്മൾ ആന്റി ലോഗ് എടുക്കണം. അതായത് ലോഗ് ടു ദ ബേസ് 10 ആണ് നമ്മൾ ചെയ്യുന്നത്. സോ 10,000 by ACM is equal to എന്ത് വരും? ആന്റി ലോഗ് എടുക്കുമ്പോൾ 10⁵ വരും. 10⁵ നമ്മൾ ഇവിടെ എന്താണ് ACM കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ താഴേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? 0.1. സോ ഇവിടെ കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ ഡി 0.1. Next question. Which is not a characteristics of an ideal op-amp? Option A infinite slew rate, option B infinite bandwidth, option C high output impedance, and option D high CMR. ഇപ്പോൾ ഒരു ഓപ്പാമിന്റെ ഐഡിയൽ ക്യാരക്ടറിസ്റ്റിക്സിൽ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് 0 ആണ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരാം? ഓപ്ഷൻ സി ഹൈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. Next question. The output of an op-amp increases 8 volt in 14 microseconds. The slew rate is option A 1.25, option B 0.87, option C 0.57 and option D 1.25. Slew rate എന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ dV by dt, rate of rise of output voltage, അതാണ് slew rate എന്ന് പറയുന്നത്. So slew rate is equal to dV0 by dt or 8/14 എന്ന് പറയുന്നത് 0.57 ആണ് വരുന്നത്. സോ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി 0.57. Next question. Consider the block diagram of a control system shown in the figure below. So നമുക്കൊരു ബ്ലോക്ക് ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. The canonical form of the above block diagram is, നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാമിൽ നമുക്ക് G3 G4 ആഡ് ചെയ്യാം. അതുപോലെ ഈ G1 G2 ആൻഡ് H1 എന്ന് പറയുന്നത് ഒരു ക്ലോസ് ലൂപ്പ് ആണ്. അപ്പൊ അത് സോൾവ് ചെയ്തതിനു ശേഷം നമുക്ക് എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം. നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമുക്ക് ഈ ഉള്ളിലത്തത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? G1 G2 into G3 plus G4 by 1 minus G1 G2 H1. ഇനി ഇത് ഇന്നർ ലൂപ്പാണ്, നമുക്ക് പുറമെ ഒരു ലൂപ്പ് കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഇത്ര വലിയൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഉണ്ട്. G1 G2 G3 plus G4 by 1 minus G1 G2 H1 by 1 plus G1 G2 G3 plus G4 H2 by 1 minus G1 G2 H1. അപ്പോൾ ഇത് എന്താണ്? ഇതൊരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ് അല്ലേ? അപ്പോൾ ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഒന്നുകൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈ അടുത്ത സ്റ്റെപ്പ് കിട്ടും. അതായത് G1 G2 G3 by ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 minus G1 G2 H1 by G1 G2 G3 plus G4 H2 ഇങ്ങനെ കിട്ടും നമുക്ക്. ഇനി ഇതിനെ നമ്മൾ ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി. മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ G1 G2നെ ഒന്ന് പുറത്തേക്ക് എടുക്കാം. പുറത്തേക്ക് എടുക്കുമ്പോൾ 1 plus G1 G2 എടുത്തിട്ട് ഉള്ളിലേക്ക് എന്ത് വരും? മൈനസ് H1 plus G3 plus G4 into H2 എന്ന് വരും. ഇനി
ഇതിൽ നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിൽ G3 പ്ലസ് G4 ഉണ്ട്, പക്ഷെ ഡിനോമിനേറ്ററിൽ ഈ ടേമിൽ ഇല്ല. കാരണം അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് G/1 പ്ലസ് GH അതാണ് നമ്മുടെ ഫോം. ആ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ G3 പ്ലസ് G4നെ നമ്മൾ ഇവിടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അതാണ് അടുത്ത സ്റ്റെപ്പ്. 1 പ്ലസ് G1 G2 G3 പ്ലസ് G4 നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് ഇവിടെ ഡിവൈഡ് ചെയ്തു. അപ്പം ഇത് GI ഇവിടെ 1 പ്ലസ് GH ആ ഒരു ഫോമിലായി. അപ്പം ഈ ഒരു ടേം എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ആയിരിക്കും വരാം. ഇത് ഫോർവേഡ് ഗെയിനും വരും. അപ്പം നമുക്ക് എന്ത് വരും? G1 G2 G3 പ്ലസ് G4 ഇത് ന്യൂമറേറ്റർ ആൻഡ് ഈ ഒരു ഭാഗം എന്ന് പറയുന്നതാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അതായത് G3 പ്ലസ് G4 H2 മൈനസ് H1 ബൈ G3 പ്ലസ് G4. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ അബവ് സിഗ്നൽ ഫ്ലോ ഗ്രാഫ് there are dash number of combination of two non-touching loops. Option A 2, option B 3, option C 4 and option D 5. നമുക്കൊരു സിഗ്നൽ ഫ്ലോ ഗ്രാഫ് വന്നിട്ടുണ്ടായാൽ എത്ര നോൺ ടച്ചിങ് ലൂപ്പ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ സിഗ്നൽ ഫ്ലോ ഗ്രാഫിൽ നമുക്ക് നോൺ ടച്ചിങ് ലൂപ്സ് എന്ന് പറയുന്നത് ഒന്ന് G1 H1 ആൻഡ് G5 H4 അതൊരു നോൺ ടച്ചിങ് ലൂപ്പാണ്. ആൻഡ് G2 H2 അതുപോലെ G5 H4 അതൊരു രണ്ടാമത്തെ നോൺ ടച്ചിങ് ലൂപ്പ്. G3 H3 അതുപോലെ G5 H4 മൂന്നാമത്തത്. ആൻഡ് G1 H1ഉം G3 H3 അതൊരു നോൺ ടച്ചിങ് ലൂപ്പാണ്. അങ്ങനെ ഓൾ ടോട്ടൽ 4 നോൺ ടച്ചിങ് ലൂപ്പാണ് ഉള്ളത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി 4. Next question. A system produces an output 12 by s into s square plus 5s plus 4 for a unit step input. The nature of the response is option A undamped, option B underdamped, option C critically damped and option D overdamped. നമുക്കിത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം എന്ന് പറയുന്നത് അതിന്റെ ഫോം എന്ന് പറയുന്നത് ഒമേഗ എൻ സ്ക്വയർ ബൈ എസ് സ്ക്വയർ പ്ലസ് 2 സീറ്റ ഒമേഗ എൻ എസ് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ ഇതാണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിലെ ഡിനോമിനേറ്റർ എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 5s പ്ലസ് 4 ആണ് അല്ലെ. അപ്പൊ ഈ രണ്ട് ഡിനോമിനേറ്റേഴ്സ് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ എൻ സ്ക്വയറിന്റെ സ്ഥാനത്താണ് ഇവിടെ 4 വന്നിട്ടുള്ളത്. വിച്ച് മീൻസ് ഒമേഗ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ ഫ്രീക്വൻസിയാണ് എന്ന് പറയുന്നത് എത്രയാ 2 റാഡ് പെർ സെക്കൻഡ് നമുക്ക് കിട്ടി. സോ നമുക്ക് സീറ്റ കണ്ടുപിടിക്കാം. നമുക്ക് സെന്ററിലെ ടേം ഉണ്ടല്ലോ 2 സീറ്റ ഒമേഗ എൻ ഈസ് ഈക്വൽ ടു നമുക്ക് 5 ഇത് ഇക്വേറ്റ് ചെയ്യാം. നമുക്ക് സീറ്റ ഈസ് ഈക്വൽ ടു 1.25 ആണ് നമുക്ക് കിട്ടിയത്. സിൻസ് സീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ആണ് വരുന്നത്. സോ ഇവിടെ ആൻസർ എന്ന് പറയുമ്പോൾ ആയിരിക്കും വരിക ഓവർ ഡാംഡ് ആയിരിക്കും വരിക. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്നത് ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പീക്ക് ടൈം TP is equal to 3 seconds for a system to which unit step input is applied. The damping frequency in radians per second is option A 1.57, option B 1.05, option C 0.95 and option D 0.64. ഇതെങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. നമുക്ക് പീക്ക് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. പീക്ക് ടൈമിന്റെ ഇക്വേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പൈ ബൈ ഒമേഗ ഡി ആണ്. ഒമേഗ ഡി ആണ് ഡാമ്പിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒമേഗ ഡി ഇസ് ഈക്വൽ ടു പൈ ബൈ ടി പി. സോ 3.14 ബൈ 3 ചെയ്യുമ്പോൾ 1.05 റാഡ് പെർ സെക്കൻഡ് കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 1.05. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പൊസിഷണൽ എറർ കോഎഫിഷ്യന്റ് ഈസ് ഓപ്ഷൻ എ 8, ഓപ്ഷൻ ബി 9, ഓപ്ഷൻ സി 6 ആൻഡ് ഓപ്ഷൻ ഡി 5. നമുക്ക് ഒരു ബ്ലോക്ക് ഡയഗ്രാം തന്നിട്ടുണ്ട്. അതിൽ ജി ഓഫ് എസ് എന്ന് പറയുന്നത് 40 ബൈ എസ് സ്ക്വയർ പ്ലസ് 20s പ്ലസ് 5. ഇതിൽ യൂണിറ്റി ഫീഡ്ബാക്ക് ആണ്. ഇത് എങ്ങനെയാന്ന് നോക്കാം. പൊസിഷണൽ എറർ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഓഫ് ജി ഓഫ് എസ് ഇൻറ്റു എച്ച് എഫ് എസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എച്ച് എഫ് എസ് എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റ് എസ് ടെൻസ് ടു 0 ഓഫ് 40 ബൈ എസ് സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. ഇതിൽ എസിനെ 0 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 40 ബൈ 5 വരും. സോ 8. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 8. Next question. The open loop transfer function of a unity feedback control is g of s is equal to 1 by s square plus 6s plus 9.
The closed loop transfer function will have poles at option A minus 3 comma minus 3, option B 3 plus or minus j1, option C minus 3 plus or minus j1, option D minus 3 comma 3. നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ എന്താണ് നമ്മൾ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കിയിട്ട് മാറ്റണം. സോ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് എഫ് എസ് ആണ്. അവിടെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ എന്താ ക്ലോസ്ഡ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസ് എച്ച് എഫ് എസ്. എച്ച് എഫ് എസ് 1 ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് എന്താ കിട്ടുക, നമ്മൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ ആണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടുക എസ് സ്ക്വയർ പ്ലസ് എച്ച് എസ് പ്ലസ് 10. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കാണുമ്പോൾ എസ് ഈസ് ഈക്വൽ ടു മൈനസ് 3 പ്ലസ് ഓർ മൈനസ് j1 എന്ന് കിട്ടും. ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൈനസ് 3 പ്ലസ് ഓർ മൈനസ് j1. Next question, in type 1 system the velocity lag error is option A inversely proportional to bandwidth of the system, option B directly proportional to the gain constant, option C inversely proportional to the gain constant, and option D independent of gain constant. Correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ഗെയിൻ കോൺസ്റ്റന്റ്. Next question, which of the following is true for Routh's criterion? 1. It gives an idea about absolute stability. Option B, the degree of instability and means to avoid it is not indicated by Routh's criterion. 3. It indicates the number and value of unstable roots. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് both 1 and 2 കറക്റ്റ്, ഓപ്ഷൻ ബി both 2 and 3, ഓപ്ഷൻ സി both 1 and 3, and option D all 1, 2 and 3. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് both 1 and 2. Next question, the effect of adding poles and zeros can be determined quickly by option A Nicholas chart, option B Nyquist plot, option C root locus, and option D Bode plot. നമുക്ക് പോൾസ് ആഡ് ചെയ്തിട്ട് ചെയ്ത് നമ്മൾ റൂട്ട് ലോക്കസിലാണ് നമ്മൾ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി റൂട്ട് ലോക്കസ്. The Nyquist plot is given as, നമുക്ക് ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. The gain margin is option A 3.33, option B minus 3.33, option C 0.33, and option D minus 0.33. നമുക്ക് ഈ പ്രോബ്ലത്തിൽ ഒരു നൈക്വിസ്റ്റ് പ്ലോട്ട് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നൈക്വിസ്റ്റ് പ്ലോട്ടിന്റെ ഗെയിൻ മാർജിൻ കണ്ടുപിടിക്കാനായിട്ട് നെഗറ്റീവ് റിയൽ ആക്സിസിൽ ടച്ച് ചെയ്യണ പോയിന്റ്, ഇതാണ് നെഗറ്റീവ് റിയൽ ആക്സിസ് ടച്ച് ചെയ്യണ പോയിന്റ് എന്ന് പറയുന്നത് -0.33. അതിന്റെ റെസിപ്രോക്കൽ എടുത്തിട്ട് മോഡുലസ് എടുത്താൽ മതി. ഇത് ഗെയിൻ മാർജിൻ ഇസ് ഈക്വൽ ടു ഇതാണ് വരുന്നത്. എത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.33. സോ കറക്റ്റ് ആൻസർ is option A 3.33. Next question, the resistance of a moving coil voltmeter is 13,500 ohm. The moving coil has 150 turns and is 4 cm long and 3 cm wide. The flux density in the air gap is 5.5 into 10 raised to minus 2 Weber per meter square. Find the deflection torque produced by 150 volt. Option A 11 into 10 raised to minus 5 Newton meter. Option B 1.5 Newton meter. Option C 1.4 Newton meter. And option D 18 into 10 raised to minus 7 Newton meter. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ TD is equal to I into B into A into N. അതായത് I നമുക്ക് തന്നിട്ടില്ല, പക്ഷെ വോൾട്ടേജും റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ 150 by 13,500 ഇത് നമുക്ക് കറണ്ട് കിട്ടും. ഇൻറ്റു B into A into N, ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. B ഫ്ലക്സ് ഡെൻസിറ്റി 5.5 10 raised to minus 2. A എന്ന് പറയുന്നത് ഏരിയ, അതായത് 4 into 10 ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്താൽ മതി നമുക്ക്. അപ്പോൾ എന്താ 4 into 10 raised to minus 2 into 3 into 10 raised to minus 2, and number of turns എന്ന് പറയുന്നത് 150. ഇത് ചെയ്യുമ്പോൾ 11 into 10 raised to minus 5 Newton meter ആണ് നമുക്ക് വരാം. കറക്റ്റ് ആൻസർ എന്ത് ഓപ്ഷൻ എ 11 into 10 raised to minus 5 Newton meter.
Next question, which of the following is not an integrating instrument? Option A, electrolytic meters. Option B, motor meter. Option C, clock meter. And option D, galvanometer. Correct answer is option D, galvanometer. For next question, calculate the shunt resistance required for converting a 2 milliampere meter with internal resistance of 60 ohm into 0 to 100 milliampere ammeter. Option A, zero point 0.5 ohm. Option B, 1.22 ohm. Option C, 2.202 ohm. And option D, 3.05 ohm. അപ്പോൾ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഉണ്ട് എം ഈസ് ഈക്വൽ ടു വി ബൈ വി എം. നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് 100ലേക്കാണ്, അതാണ് വി എന്ന് പറയുന്നത്. ആൻഡ് ഇപ്പൊ നമ്മുടെ മീറ്ററിലുള്ളത് 2 മില്ലി ആംപിയറിന്റെ ആണ് അല്ലെ, അതാണ് വി എം എന്ന് പറയുന്നത്. സോ 100/2 എന്ന് പറയുന്നത് 50, അതാണ് മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വരിക. സോ ഷണ്ട് റെസിസ്റ്റൻസിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ആർ എസ് എച്ച് ഇസ് ഈക്വൽ ടു ആർ എം ബൈ എം മൈനസ് 1. അതിൽ ആർ എം എന്ന് പറയുന്നത് മീറ്റർ റെസിസ്റ്റൻസ് ആണ്, അത് 60 ഓം നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആൻഡ് എം ഇസ് ഈക്വൽ ടു 50. 50 മൈനസ് 1 എന്ന് പറയുമ്പോൾ 49. ഇത് ചെയ്യുമ്പോൾ 1.22 ഓം കിട്ടും. സോ കറക്റ്റ് ആൻസർ is ഓപ്ഷൻ ബി 1.22 ohm. Next question, fluid friction damping can be used for option A, horizontally mounted instruments. Option B, vertically mounted instruments. Option C, both A and B. And option D, none. So fluid friction damping നമ്മൾ യൂസ് ചെയ്യുക vertically mounted instruments ആണ് നമ്മൾ യൂസ് ചെയ്യുക. Option B is the correct answer. Next question, the sensitivity of an oscilloscope depends on option A, gain of vertical amplifier. Option B, gain of horizontal amplifier. Option C, sweep generator. And option D, none of the above. അപ്പോൾ ഓസിലോസ്കോപ്പിന്റെ സെൻസിറ്റിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുക വെർട്ടിക്കൽ ആംപ്ലിഫയറിന്റെ ഗെയിനെയാണ്. അതായത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഗെയിൻ ഓഫ് വെർട്ടിക്കൽ ആംപ്ലിഫയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, power loss can be considerably reduced while testing energy meter by option A, direct lamp loading. Option B, direct resistance loading. Option C, phantom loading. And option D, direct RL loading. Correct answer is option C, phantom loading. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് phantom loading എന്ന് പറയുമ്പോൾ, it's a phenomenon in which the appliances consume electricity even when they turn off. Next question, speed of rotation of induction type energy meter can be controlled by option A, adjusting the position of braking magnet. Option B, reversing the supply terminals. Option C, reversing load terminals. And option D, none of the above. Correct answer is option A, adjusting the position of braking magnet. Next question, the aquadag coating in CRO is used to collect option A, primary electrons. Option B, secondary emission electrons. Option C, both A and B. And option D, none of the above. അപ്പോൾ ഈ ഇലക്ട്രോൺസ് നമ്മുടെ സ്ക്രീനിൽ ഫോസ്ഫർ കോട്ടിങ്ങിൽ വന്ന് പതിച്ചതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്യണ ആ ഇലക്ട്രോൺസ് ഉണ്ടല്ലോ, അതിനെ കളക്ട് ചെയ്യാനായിട്ടാണ് അക്വാഡാഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മീൻസ് to collect secondary emission electrons. So correct answer is option B. Next question, the sweep generator of a CRO is used to produce option A, sawtooth voltage for the horizontal deflection of electron beam. Option B, a sinusoidal voltage for the vertical deflection of the electron beam. Option C, sinusoidal voltage for the horizontal deflection of the electron beam. And option D, a sawtooth voltage for the vertical deflection of electron beam. അപ്പോൾ sawtooth voltage ജനറേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്തിലേക്കുള്ളതാണ് നോക്കാം. Sawtooth voltage for the horizontal deflection of electron beam. Next question, a moving coil ammeter has a uniform scale with 100 divisions and gives full scale reading of 10 ampere.
The instrument can read up to 1/5 of a scale division with a fair degree of certainty. Determine the resolution of the instrument in amperes. Option A 0.01 ampere, option B 0.04 ampere, option C 0.02 ampere, and option D 0.03 ampere. നമുക്ക് നോക്കാം. റെസൊല്യൂഷൻ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്മോളസ്റ്റ് ഡിവിഷൻ ഉണ്ടല്ലോ, അതിനാണ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റെസൊല്യൂഷൻ ഈസ് ഈക്വൽ ടു മിനിമം കറണ്ട് റീഡ് ബൈ മീറ്റർ. സോ നമുക്ക് 1 സ്കെയിൽ ഡിവിഷൻ നമുക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുന്നത് 10/100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 സ്കെയിൽ ഡിവിഷൻ കിട്ടും, അതായത് 0.1 ആംപിയർ. ഇനി റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താ, 1/5 ഓഫ് എ സ്കെയിൽ ഡിവിഷൻ ആണ്. സോ 1/5 ഇൻറ്റു 0.1 പറയുന്നത് 0.02 ആംപിയർ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി 0.02 ആംപിയർ. Next question, which of the following system has memory? Option A, y of t is equal to x of t. Option B, y of t is equal to t into x of t plus 2 into x of t. Option C, y of t is equal to a into x of t minus b. And option D, y of t is equal to x of t plus x of t minus 1. അപ്പോൾ മെമ്മറി വേണ്ടത് നമ്മൾ ഔട്ട്പുട്ട് പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ്. അപ്പോൾ അത് പാസ്റ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ എക്സ് ഓഫ് ടി മൈനസ് 1 ആണ് അല്ലേ. So correct answer is option D, y of t is equal to x of t plus x of t minus 1. Next question, a signal has a spectrum ranging from 0 to 15 kilohertz is to be sampled to be converted to discrete form. What is the minimum number of samples per second that must be taken to ensure required? Option A 7,500 samples per second. Option B 30,000 samples per second. Option C 15,000 samples per second. And option D 60,000 samples per second. അപ്പോൾ ഇത് സാമ്പിളിംഗ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. സോ സാമ്പിളിംഗ് തിയറം അനുസരിച്ചിട്ട് സാമ്പിളിംഗ് ഫ്രീക്വൻസി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2fh/k. അതായത് ഒരു ബാൻഡ് പാസ് സിഗ്നൽ ആയതുകൊണ്ടാണ് നമ്മളിവിടെ fh/k എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ fh എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ അതിൻ്റെ ട്വൈസ് ഡിവൈഡഡ് ബൈ k ചെയ്താൽ മതി. അപ്പോൾ k is equal to fh/fh minus fl. അപ്പോൾ ഇവിടെ നമുക്ക് 0 to 15 കിലോ ഹെർട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ k is equal to 1 ആണ് വരിക. സോ fs ഷുഡ് ഗ്രേറ്റർ ദാൻ 2 ഇൻറ്റു fh എന്ന് പറയുന്നത് 15 കിലോ ഹെർട്സ് ആണല്ലോ, 15,000 എന്ന് പറയുന്നത് 30,000. സോ മിനിമം 30,000 ആണ് നമുക്ക് അവിടെ വരുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 30,000 samples per second. Next question, determine the fundamental period of the following signal. X of n is equal to 10 cos 0.2 pi n. Option A 10, option B 5, option C 15 and option D 20. അപ്പോൾ നമുക്ക് ഇവിടെ ഒമേഗ എന്ന് പറയുന്നതാണ് നമ്മുടെ 0.2 പൈ എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫണ്ടമെന്റൽ പീരീഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. T is equal to 2 pi by omega. അപ്പോൾ ഒമേഗ നമ്മൾ ഓൾറെഡി പറഞ്ഞു 0.2 പൈ ആണ്. അപ്പം 2 pi by 0.2 പൈ പറയുന്നത് 10. ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ 10. Next question, a system is described by T of x of n is equal to g of n into x of n. Which of the following is correct for the system? Option A non-linear, option B time invariant, option C memoryless, and option D non-causal. നമുക്കിവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, അത് പാസ്റ്റ് ഇൻപുട്ടിനോ അതോ പ്രസന്റ് ഇൻപുട്ടിനോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മീൻസ് ദർ ഈസ് നോ നീഡ് ഓഫ് മെമ്മറി. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി memoryless. ഇവിടെ എഴുതിയിട്ടുണ്ട് does not depend on the previous state of n. Next question, check the causality and stability of the following system. H of n is equal to 0.5 raised to mod n. Option A non-causal and Bibo stable. Bibo means boundary input, boundary output. Option B causal and Bibo stable. Option C causal and unstable. And option D non-causal and unstable. ഇത് non-causal and
ബൗണ്ടറി ഇൻപുട്ട് ബൗണ്ടറി ഔട്ട്പുട്ട് സ്റ്റേബിൾ ആയിരിക്കും. അതായത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ നോൺ കോസ്റ്റൽ ആൻഡ് ബിബോ സ്റ്റേബിൾ. Next question. A necessary and sufficient condition for BIBO stability discrete time LTI system is that option A magnitude of every root of its characteristics equation must be greater than 1. Option B magnitude of every root of its characteristic equation must be less than 1. And option C is equal to 1 and option D greater than or equal to 1. Correct answer എന്ന് പറയുന്നത് less than 1 ആയിരിക്കണം. അതായത് ഓപ്ഷൻ ബി ഈസ് ദ correct answer. Next question. A system is linear if it is option A homogeneous, option B additive, option C additive and homogeneous, and option D time invariant. അപ്പോൾ സിസ്റ്റം ലീനിയർ ആണെങ്കിൽ അത് ബോത്ത് ഹോമോജീനിയസ് ആൻഡ് അഡിറ്റീവ് ആയിരിക്കണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി additive and homogeneous. Next question. Aliasing occurs when option A fs greater than or equal to 2fx, option B fs is equal to 2fx, option C fs greater than 2fx, and option D fs less than 2fx. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഏലിയാസിങ്ങിന്റെ ഡെഫിനിഷനിൽ നിന്നിട്ടുള്ള തന്നെയാണ്. എപ്പോഴാണ് നമുക്ക് ഏലിയാസിങ് ഉണ്ടാവാന്നാണ് ചോദിച്ചിട്ടുള്ളത്. എപ്പോഴാണെങ്കിൽ fs less than 2fx ആകുമ്പോഴാണ്. അതായത് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. Next question. A signal x of t is equal to cos 3 pi t plus 2 cos 10 pi t is ideally sampled. Find the maximum allowable interval between the samples. Option A 5 seconds, option B 0.2 seconds, option C 0.1 second, and option D 10 seconds. ഇവിടെ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്നത് 10 pi t ആണ്. നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോണത്. കാരണം ഇത് ഐഡിയലി സാമ്പിൾഡ് ആണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ ഹയസ്റ്റ് ഫ്രീക്വൻസി പാർട്ട് എന്ന് പറയുന്നത് എന്താ, ഒമേഗ ഇസ് ഈക്വൽ ടു 10 പൈ ആണ് അല്ലെ. സോ ആ സമയത്ത് ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താ 2 പൈ ബൈ ഒമേഗ. 2 പൈ ബൈ 10 പൈ എന്ന് പറയുമ്പോൾ 0.2 കിട്ടും. ഇനി നമുക്ക് സാമ്പിളിംഗ് തിയറം അനുസരിച്ചിട്ട് എഫ് എസ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 2fm. അതായത് ഇതാണ് മാക്സിമം എന്താണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ നമുക്ക് ടൈം പീരീഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഫ്രീക്വൻസി കാണാനായിട്ട് 1 ബൈ ടൈം പീരീഡ് ചെയ്താൽ മതി. സോ 2 into 1 by 0.2 എന്ന് പറയുമ്പോൾ 10 മീൻസ് fs ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ മാക്സിമം അലോവബിൾ ടൈം ഇന്റർവെൽ എന്തായിരിക്കും വരിക, ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അതായത് 1 by 10 എന്ന് പറയുന്നത് 0.1 സെക്കൻഡ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി 0.1 സെക്കൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻ ആന്റി ഏലിയാസിംഗ് ഫിൽറ്റർ ഈസ് എ ഓപ്ഷൻ എ ഹൈ പാസ് ഫിൽറ്റർ, option B low pass filter, option C band pass filter, and option D none of the above. എന്ന് പറയുന്നത് ഓപ്ഷൻ ബി low pass filter. Next question. Which of the following is a passive transducer? Option A linear potentiometer, option B thermocouple, option C PV cell, and option D piezoelectric crystal. Correct answer is option A linear potentiometer. Next question. In LVDT, the secondary windings are connected in option A parallel opposition, option B series aiding, option C parallel aiding, and option D series opposition. So LVDT secondary windings എന്ന് പറയുന്നത് സീരീസ് ഓപ്പോസിഷനിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. Next question. Which of the following is a primary cell? Option A zinc carbon dry cell, option B lead acid cell, option C nickel cadmium cell, and option D all of the above. Primary cell ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അത് zinc carbon dry cell ആണ്. അത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ. Next question. In series grouping of batteries, increase in the number of cells results in option A increase in current, option B constant current, option C decrease in current, and option D constant voltage. ഇപ്പോൾ ബാറ്ററീസ് നമ്മൾ സെൽസ് ഉണ്ടല്ലോ,
നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, കോൺസ്റ്റന്റ് കറണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, due to moisture content in soil, the earth resistance, option A increases, option B remains constant, option C decreases, and option D none of the above. മോയ്സ്ചർ കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ അവിടെ എർത്ത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കുറയും. കറക്റ്റ് ആൻസർ പറയുന്നത് ഓപ്ഷൻ സി, ഡിക്രീസസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the purpose of earthing is to, option A provide a high resistance path to ground, option B completely block the current to earth, option C provide low resistance path to earth, and option D none of the above. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലോ റെസിസ്റ്റൻസ് പാത്ത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the advantage of plate wiring system? Option A durable, option B moisture proof, option C can be used for permanent wiring, and option D easy to locate faulty wiring. പ്ലേറ്റ് വയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺഡ്യൂട്ടിന്റെ ഉള്ളിൽ കൂടെ ഒന്നല്ല നമ്മൾ കൊണ്ടുപോകുക, ഡയറക്റ്റ് കണ്ടക്ടേഴ്സ് നമ്മൾ റൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ഫോൾട്ട് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, ഈസി ടു ലൊക്കേറ്റ് ഫോൾട്ടി വയറിംഗ്. അപ്പൊ അതിന്റെ പടം നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതേപോലെ കണ്ടക്ടേഴ്സ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ കൊണ്ടുപോകാം. അതായത് ഇൻസുലേറ്റഡ് കണ്ടക്ടേഴ്സ് ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമുക്ക് ഇവിടെ എന്തെങ്കിലും പറ്റി കഴിഞ്ഞത് കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which wiring method provides the best mechanical protection? Option A cleat wiring, option B metallic conduit wiring, option C wooden casing and capping, and option D TRS wiring. അവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മെറ്റാലിക് കോൺഡ്യൂട്ട് വയറിംഗ് ആണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, candlelight is the unit of, option A luminance, option B luminous flux, option C luminous intensity, and option D fluorescence. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, luminous intensity. Next question, which lamp shows the stroboscopic effect? Option A incandescent lamp, option B fluorescent lamp, option C halogen lamp, and option D all of the above. ഇപ്പോൾ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷ്വൽ എഫക്റ്റ് ആണ്. നമുക്കിങ്ങനെ റൊട്ടേറ്റിംഗ് ആയിട്ട് അത് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഒബ്ജക്റ്റ് നമുക്ക് സ്റ്റേഷനറി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അത് നമുക്ക് ഏത് ലാമ്പ് എന്ന് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ഫ്ലൂറസെന്റ് ലാമ്പ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, the light falling on the moving parts of any machinery causes it to appear either running slow or in reverse direction or even may appear stationary. ഇത് മൂന്നായിട്ട് നമുക്ക് തോന്നിക്കും ഈ ഒരു വിഷ്വൽ എഫക്റ്റ്. അപ്പൊ ആ ഒരു എഫക്റ്റിനെ പറയുന്നത് നമ്മൾ സ്ട്രോബോസ്കോപ്പിക് എഫക്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. So thank you.